Kolana Najib. Very good. 1-4-2. Come on, Kolam. Relax. സാധാരണ CPI നേതാക്കൾക്കൊക്കെ റെഡ് ഫ്ലാഗുകാരാണ് റെഡ് സല്യൂട്ട് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ എത്ര പോലീസ് ഉദ്യോഗസ്ഥർ റെഡ് സല്യൂട്ട് കൊടുത്തുവെന്ന് ഇനി കാത്തിരുന്ന് കാണണം. പക്ഷേ ഇപ്പോഴിതാ ഇടത് സർക്കാർ ഇറങ്ങിപ്പോയതിൻ്റെ പിന്നാലെ കൈയോടെ പിടികൂടിയിരിക്കുന്നു റെഡ് ഫ്ലാഗുകാർ, റെഡ് സല്യൂട്ടിനെ. എന്താണ് വിഷയമെന്നല്ലേ? ഷിനു ചൊവ്വ ബോഡി ബിൽഡർ, ചിത്തരേഷ് നടേശൻ അതും ബോഡി ബിൽഡർ. രണ്ടുപേരെയും കേരള പോലീസിലേക്ക് അങ്ങെടുത്തു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. മസിൽ പെരുക്കൽ കായിക ഐറ്റമായി ഇതുവരെ കേരള പോലീസ് അംഗീകരിച്ചിട്ടേ ഇല്ല. ഈ രണ്ടുപേരും കായികക്ഷമത എന്ന പോലീസിന്റെ കടമ്പ കടന്നില്ല. ഷിനു ചൊവ്വ പോലീസിന്റെ ഓട്ടവും ചാട്ടവും ഒക്കെ വടം കയറലും ഒക്കെ തോറ്റു തൊപ്പിയിട്ടു. ചിത്രേശനാകട്ടെ പരന്ന പാദമാണ്, ഫ്ലാറ്റ് ഫുട്ട്. അതുകൊണ്ട് തന്നെ നിയമപ്രകാരം പോലീസിലെടുക്കാൻ പറ്റില്ല. എന്നാലും കായികക്ഷമത പരിശോധിച്ചുകൂടെ? അതിനാശാന് സമയം കിട്ടിയില്ല. പക്ഷെ രണ്ടുപേരും കടുത്ത CPI നേതാക്കൾ. ഷിനു ചൊവ്വ കൂത്തുപറമ്പ് കണ്ടിയൂർ സ്വദേശി, ചിത്രേഷ് നടേശൻ എറണാകുളം വടുതല സ്വദേശി സഖാവ്. ഇരുവരെയും പിണറായി വിജയനും അന്നത്തെ സ്പീക്കർ എൻ ഷംസീറും അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ കേരള പോലീസിൽ ചേരാൻ സഖാവ് എന്ന ക്ഷമതാ മാർക്ക് തന്നെ ധാരാളമെന്ന് ഇവർ തെളിയിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇങ്ങനെ എത്ര SIമാരെ പോലീസിലെടുത്തിരിക്കുന്നു? സംസ്ഥാനത്തുടനീളം KSU, യൂത്ത് കോൺഗ്രസ്, കോൺഗ്രസുകാരുടെ മുതുകിലെ ആ പാടുകൾ എണ്ണി നോക്കിയാൽ മതി അവരുടെ കൂറ് എവിടെയാണെന്നറിയാം. അങ്ങനെ ഭരണം ഇട്ടെറിഞ്ഞു പോകുന്ന പോക്കിൽ പിണറായി സർക്കാർ DGPയുടെ കടുത്ത എതിർപ്പൊക്കെ അവഗണിച്ച് നിയമന ഉത്തരവ് അടിച്ചങ്ങ് രണ്ടിനും കൈകൊടുത്തു. എന്തായാലും നിയമന ഉത്തരവുമായി ആദ്യം തൃശ്ശൂർ പോലീസ് അക്കാദമിയിൽ എത്തിയത് ഷിനു ചൊവ്വയാണ് പരിശീലനത്തിന്. അങ്ങനെ ചെന്നിത്തല പോലീസ് കണ്ടം വഴി ഒട്ടിച്ചു, മടക്കി അയച്ചു. അങ്ങനെ പരാതികൾ ലഭിച്ചതോടെ ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ച ബോഡി ബിൽഡർ ഷിനു ചൊവ്വയുടെയും ചിത്രേശൻ്റെയും സബ് ഇൻസ്പെക്ടർ നിയമനം റദ്ദാക്കാൻ ആഭ്യന്തര വകുപ്പ് നടപടി തുടങ്ങി. ഷിനു ചൊവ്വയെ സർവീസിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് പരിശീലനം നിർത്തിവയ്ക്കാനുള്ള നിർദ്ദേശം ആഭ്യന്തരമന്ത്രി നേരിട്ട് DGPയോട് നൽകിയത്. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിശദമായ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. അന്വേഷണം പിന്നാലെ വരും. ഷിനു ചൊവ്വയുടെ നിയമനം തുടക്കം മുതലേ തന്നെ മുണ്ടിയായിരുന്നു. PSC മുഖേനയുള്ള സാധാരണ നിയമ നടപടികൾക്ക് പ്രകാരം പ്രത്യേക വഴികൾ തേടിയതും ശാരീരിക ക്ഷമതാ പരീക്ഷയിൽ വിജയിക്കാതിരുന്നതുമൊക്കെ, നിയമനത്തിൽ നിന്നിട്ടും അനുമതി നൽകിയതുമൊക്കെ രാഷ്ട്രീയ ഭരണപരമായ നിരവധി വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. SI നിയമനത്തിനുള്ള ശാരീരികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടിട്ടും പ്രത്യേക ഇളവുകൾ നൽകി തന്നെയാണ് പിണറായി സർക്കാർ അന്ന് ഷിനുവിനെ പോലീസിൽ തിരികെ കയറ്റിയത്. ശരീര സൗന്ദര്യ മത്സര വിജയിയായ ഷിനു ചൊവ്വയ്ക്കും ചിത്രേഷ് നടേശനും വേണ്ടി നിലവിലുള്ള പോലീസ് ഫിസിക്കൽ ടെസ്റ്റ് മാനദണ്ഡങ്ങൾ വരെ ഇടത് സർക്കാർ അട്ടിമറിച്ചു. കഴിഞ്ഞ വർഷം വരെ ഇവരെ നിയമിക്കാൻ പിണറായിയുടെ ഓഫീസ് തയ്യാറെടുത്തപ്പോൾ തന്നെ കായികക്ഷമത പോലും കടന്നു കിട്ടാത്ത ഇവരെ എടുക്കരുതെന്ന് അന്നത്തെ DGP അനിൽകാന്ത് ഫയലിൽ ചുവന്ന മഷിട്ടെഴുതി. അന്ന് പോലീസിൻ്റെ സ്പോർട്സ് ഓഫീസറായിരുന്ന ADGP MR അജിത് കുമാർ ഇവരുവരെയും പോലീസിൽ എടുക്കരുതെന്ന് റിപ്പോർട്ട് കൊടുത്തു. ഇതിൻ്റെ പിന്നാലെയായിരുന്നു DGPയുടെ ആ സ്റ്റോപ്പ് മെമ്മോ വന്നത്. പക്ഷേ ഉദ്യോഗാർത്ഥികൾ PSC ലിസ്റ്റിൽപ്പെട്ടവരല്ല, അവർ CPMകാരാണ്. അപ്പോൾ സബ് ഇൻസ്പെക്ടറായി തന്നെ ജോലി കൊടുക്കണം, കൊടുത്തേ പറ്റുമെന്ന് ഇടത് സർക്കാരിൻ്റെ പിടിവാശി ഇതാ ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി ചെന്നിത്തലയുടെ പോലീസ് അന്വേഷണം തുടങ്ങും. DGP എല്ലാം തുടങ്ങി വെച്ച് കഴിഞ്ഞു. ഇവർ രണ്ടുപേർ മാത്രമാണോ ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ വടം തൂങ്ങാതെ പോലീസിലേക്ക് എത്തിയത്? മറ്റാരൊക്കെ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇങ്ങനെ മാളങ്ങളിലൂടെ തുരന്ന് പോലീസ് വകുപ്പിൽ ക്രമസമാധാന പരിപാലനത്തിലും സ്പോർട്സ് കോട്ടയിലുമൊക്കെ കയറിപ്പറ്റിയെന്ന് സമഗ്രമായി തന്നെ റവാഡ ചന്ദ്രശേഖറിൻ്റെ പോലീസ് അന്വേഷിക്കും. കാരണം ഉത്തരവിട്ടിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടാണ്. റെഡ് സല്യൂട്ട് നൽകേണ്ടത് CPM റെഡ് വോളണ്ടിയർമാരാണ്. റെഡ് സല്യൂട്ട് നൽകേണ്ടത് കേരള പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥരല്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷം അങ്ങനെ അല്ലായിരുന്നു. റെഡ് സല്യൂട്ട് നൽകുന്നതും മേലുദ്യോഗസ്ഥന്മാർക്ക് സല്യൂട്ട് നൽകുന്നതുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമായിരുന്നു. എന്നിട്ട് ഇവരൊക്കെ ആത്മകഥം പറയും രണ്ടായാലും കുഴപ്പമില്ലെന്ന്. പക്ഷേ ഇപ്പോൾ കുഴപ്പമുണ്ട്. ഇടയ്ക്ക് കേരള പോലീസിൻ്റെ വിവിധ വിഭാഗങ്ങളുടെ ഭാഗമായി പലയിടത്തായിട്ട് കായികക്ഷമത മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചപ്പോൾ ബോഡി ബിൽഡർമാർ പെരുക്കി നിന്നപ്പോഴൊക്കെ പോലീസിലെ ബോഡി ബിൽഡർമാരെ നമുക്ക് ഇറക്കി നിരത്തി നിർത്തിയപ്പോൾ എന്തോ ഒരു അപകടം മണത്തതാണ്. പക്ഷേ ഈ 1-2 പേരെ ബോഡി ബിൽഡർമാരായി വന്ന ഈ 1-2 പേരെ സഖാക്കളെ തിരികെ പോലീസിൻ്റെ തന്ത്രപ്രധാനമായ SI പട്ടികയിൽ തന്നെ തിരികെ കയറ്റാനല്ല,
SI ആയിട്ട് ആ പട്ടികയിൽ നിന്ന് പുറത്ത് വഴി വളഞ്ഞ വഴി നിയമനം നൽകാനായിരുന്നു പിണറായി സർക്കാർ എല്ലാ നീക്കങ്ങളും ചെയ്തു വെച്ചത്. പക്ഷേ അന്നത്തെ ADGP MR അജിത് കുമാർ വരെ ഇതിന് ഉടക്കിട്ടു. കാരണം അത് ശരിയല്ല, ശരിയായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, പരന്ന പാദമുള്ളവരെ പോലും പോലീസിലെടുത്താൽ കേരള പോലീസിന് പിന്നിടം കൊടുക്കും, നാണക്കേടാവും. കാരണം ഇവർ റിട്ടയർ ആകുന്നത് വരെ പോലീസ് സർവീസ് സ്റ്റോറി എന്ന പേരിൽ ഇവരുടെ കഥകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷേ അന്ന് നിയമനം കൊടുത്ത പിണറായിയോ MV ഗോവിന്ദനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൈവതുല്യനായ നേതാവുണ്ടെങ്കിൽ അവരോ കണ്ണൂരിലെ CP നേതാക്കളോ ഒന്നും ഉണ്ടാകില്ല. പക്ഷേ ഈ നാണക്കേട് മൊത്തം പേരേണ്ടി വരുന്നത് സംസ്ഥാന പോലീസ് സേന തന്നെ ആയിരിക്കും. അത് അന്നത്തെ DGPക്കും ADGP MR അജിത് കുമാറിനും വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കണ്ണുമടച്ചുകൊണ്ട് വരുന്ന ഇടത് സർക്കാരിൻ്റെ ആ തിരികെ കയറ്റ നീക്കത്തെ തടഞ്ഞത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു. ഇരുവരെയും ബോഡി ബിൽഡർമാരായ ഇരുവരെയും ഇതാ പോലീസിലെടുത്തു. പക്ഷേ പരിശീലനത്തിന് തൃശ്ശൂർ അക്കാദമിയിൽ ചെന്നപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചെന്നിത്തലയുടെ പോലീസ് കണ്ടം വഴി ഒട്ടിച്ചു വിട്ടു. ഇനി അറിയാം അന്വേഷണം അങ്ങോട്ട് തുടങ്ങുമ്പോൾ മറ്റാരൊക്കെ ഇതേപോലെ വളഞ്ഞ വഴി എത്തിയിട്ടുണ്ട്. അവർക്കും കണ്ടം വഴി തന്നെ ഓടേണ്ടി വരും.